ബ്രണ്ണൻ കോളേജിൻ്റെ ഇടവഴിയിലൂടെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന പാവം മനുഷ്യനാണ് ഈ കാണുന്നത്. ആ പലസ്തീൻ അംബാസഡർ ഇന്ന് ഇങ്ങനെ കയ്യെ പിടിച്ചൊടിക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് വേറെയാണ്. ഇങ്ങനെ ആർക്ക് ആശംസ അറിയിച്ചാൽ അവരെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ കരുതുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ പലസ്തീൻ്റെ അംബാസഡർ, കാരണം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തൊരു സമ്മേളനം നടത്തുന്നുണ്ടല്ലോ, അതിൽ പങ്കെടുക്കാനായി എത്തിയതാണ് പലസ്തീൻ്റെ അംബാസഡർ. അദ്ദേഹത്തിന് കൈ കൊടുക്കുകയാണ്. അപ്പോൾ ഒടിച്ച് ഞെരുക്കി ഏതോ ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗുകൾ, ആരെങ്കിലും പറയടാ എനിക്ക് അവനെ അറിഞ്ഞുകൂടെന്ന് ആരെങ്കിലും പറയടാ എന്നുള്ള അവസ്ഥയിലാണ് മുഖ്യൻ ഞെരി പിരി കൊള്ളുകയാണ്. അവസ്ഥ ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മുഖ്യൻ്റെ കൈ കാത്തോളണേ, അതിനപ്പുറം പലസ്തീൻ അംബാസഡറേയും കൂടെ കാത്തോളണേ പൊന്ന് തമ്പുരാനേ. ഇവിടുത്തെ തമ്പുരാൻ്റെ കൈയാണ് നിങ്ങൾ ഈ ഒടിക്കുന്നത്. തമ്പുരാൻ്റെ കൈ നിങ്ങൾ പിടിച്ചൊടുക്കുമ്പോൾ കിട്ടുന്നത് മുഴുവൻ ഞങ്ങൾക്കാണ്. ഈ കൈക്ക് ഇനി ആശുപത്രിയിൽ ഈ കൈ ഒടിഞ്ഞെന്നും പറഞ്ഞ് ശസ്ത്രക്രിയയ്ക്കോ മറ്റ് പല സംവിധാനങ്ങൾക്കും പോകുന്നത് അങ്ങ് അമേരിക്കയിലെ മയോമി ക്ലിനിക്കിലാണ്. ഈ മയോമി ക്ലിനിക്ക് പോകുമ്പോഴേ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള പണം എടുത്തിട്ടല്ല പോകുന്നത്, നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നാണ്. അതെടുത്ത് കട്ട് മുടിച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ വിദേശയാത്ര നടത്തുന്നത്. നിങ്ങൾ കാണുന്ന അത്ര നല്ലതൊന്നും അല്ല, മുഖ്യനല്ല, ഇവിടെ പലരും അങ്ങനെയാണ്. നിങ്ങൾ കാണുന്ന പോലെ അല്ല. നിങ്ങളുടെ രാജ്യത്ത് അത് നടക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറമാണ് ഇവിടെ നടക്കുന്നത്. പറയാൻ വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കേട്ടാൽ. കഴിഞ്ഞ ആഴ്ച വരെ അയ്യപ്പനെ തെറി വിളിച്ചുകൊണ്ട് കടന്നു. ഈ ആഴ്ചയായപ്പോൾ അയ്യപ്പനെയും പൊക്കി പിടിച്ചുകൊണ്ട് മുഷ്ടിയും ചുരുട്ടി പിടിച്ചുകൊണ്ട് സ്വാമിയേ ശരണ അയ്യപ്പാന്നും പറഞ്ഞ് വരണുണ്ട്. പിന്നെ അയ്യപ്പനെയും അവിടെ അപമാനിക്കണുണ്ട്, കല്ലും മുള്ളും കാലിക്ക് കുത്തേന്നും പറഞ്ഞ്. അതൊരു ഭാഗത്ത്. പിന്നെ നടേശനെയും കുമാരണ്ണനെയും വിളിച്ച് രണ്ട് സൈഡിൽ നിർത്തിക്കൊണ്ട് നായന്മാരും ഹിന്ദുക്കളും എല്ലാം നമ്മളോടൊപ്പം എന്ന് പറയണം. നിങ്ങൾ പലസ്തീൻ മുസ്ലിം രാഷ്ട്രമല്ലേ, നിങ്ങളുമായിട്ട് ഇപ്പം അത്ര പോരാ കേരളത്തിൽ. പക്ഷേ ഇതിപ്പോൾ എന്താണെന്നറിയില്ല. ഇനി മുസ്ലിങ്ങളെ കൂടെ നിർത്താനായിരിക്കും നിങ്ങളെ വിളിച്ച് കൂട്ടിയേക്കണം. നിങ്ങളൊന്ന് പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ പോയി ഒന്ന് കാലിടിച്ച് വീണാൽ മതിയേ തീരായി. അതിൻ്റെ ഒന്ന് സൂക്ഷിച്ചൊക്കെ പോകണം നല്ലതായിരിക്കും. പിന്നെ മുഖ്യനോട് നിങ്ങൾ എന്തൊക്കെ പറയണ കേട്ടല്ല, എന്തിനായിരുന്നത്? കാരണം മുഖ്യൻ വലിയ വലിയ കോളേജിലൊക്കെ പഠിച്ചതിൻ്റെയൊക്കെ ചരിത്രം മുഖ്യനിവിടെ വിളമ്പണം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയണതിനൊക്കെ ഇരുന്ന് തലയാട്ടണ കണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായാലും പറഞ്ഞത് അത് അങ്ങേരെക്കെട്ട് മനസ്സിലായിട്ടില്ല. ഇത് നോക്കി വായിക്കണ കണ്ടില്ലേ? മുഖ്യനെ നേരത്തെ പറഞ്ഞൊക്കെ പഠിപ്പിക്കണം. അതിന് കുറേ ആളുകളുണ്ട്. അങ്ങേര് പറയാത്തതും കൂടെ പറഞ്ഞ് എഴുതി വെപ്പിച്ച് കൊടുക്കണം. അങ്ങേര് വായിക്കുമ്പോഴാണ് ഇതൊക്കെ അറിയണം. അമ്മച്ചിയാണ് പാവം നമ്മളെ മുഖ്യൻ. കൈ ഞെരിച്ച് മുഖ്യൻ്റെ ഒരവസ്ഥ. പാവം ഞങ്ങളുടെ മുഖ്യൻ. അല്ല, ഇവിടെ കൈ കൊടുത്ത് ഈ ഒരു പ്രശ്നം, അവിടെ കൈ കൊടുത്തില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് നോക്ക്. ബിന്ദു ബിന്ദു ടീച്ചർ രാജേഷിൻ്റെ അടുത്ത് പറയണ, ഞാൻ തരൂല, ഞാൻ നാടൻ മുറിക്കാൻ തരൂലടാ, ഇതെൻ്റെ, നിനക്ക് വേണമെങ്കിൽ നീ വേറെ കത്തിരി വാങ്ങിച്ച് മുറിയടാ പോടാ, അല്ലേ പിണറായിയോട് പോയി പറയടാ, എനിക്ക് തരാൻ പറ്റൂലടാ, ഇത് എൻ്റെ നാടയാ. അവിടെ കൈ പിടിച്ച് ഞെരിച്ച് കളിക്കുന്നു. ഇതൊക്കെ കൂടെ കയറ്റി വാങ്ങാൻ കേരളത്തിലെ ജനവും ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈയിടയ്ക്ക് ഇപ്പം കണ്ടതാണ് നമ്മുടെ ഗണേശ് മന്ത്രി, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശ് നമ്മുടെ കവടിയാർ കൊട്ടാരമല്ലല്ലോ, നമ്മുടെ കനയക്കുന്ന് കൊട്ടാരത്തിന് മുന്നിൽ വാഹനങ്ങളില്ല എന്ന് പറഞ്ഞാൽ 52 വാഹനങ്ങൾ അനുവദിച്ചത് പിന്നെ വാഹനങ്ങൾ പുറത്തിറക്കിയപ്പോൾ വലിയ രീതിയിലൊന്നും അല്ല. ജനങ്ങളുടെ പണമൊക്കെ എന്തിന് ചെലവഴിക്കണത്? അതൊക്കെ ഖജനാവിൽ തന്നെ കിടന്നോട്ടെ. പാവം ജനങ്ങളുടെ പണമൊക്കെ ചെലവഴിച്ച് തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോണതുകൊണ്ട് ഇനിയിപ്പോൾ ആർഭാടം ആഡംബരവും ഒരു 5 ദിവസത്തെ ആഘോഷമൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കാണിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് അവരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഉദ്ഘാടനം ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. ഇനി മറ്റൊരു ഉദ്ഘാടനത്തിൻ്റെ അറിയിപ്പ് ഞാൻ അറിയിക്കുന്നത് ഒരു ഉദ്ഘാടനം ഉണ്ടാകുന്നതല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെൻ്റെ ഉദ്ഘാടനമാണ്. നിന്നോട് കാറടാ പറഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ. എനിക്ക് ഈ ഉദ്ഘാടനം ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് വേണം 4 വോട്ട് പിടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് അവനൊക്കെ അങ്ങ് ഉദ്ഘാടിച്ച് എൻ്റെ സ്ഥാനം കൂടെ എൻ്റെ വോട്ട് കൂടെ ഇല്ലാതാക്കാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ഗണേശ് മന്ത്രി പിണങ്ങിപ്പോയി. ഇവിടെ കൈപിടി, അവിടെ കൈ കൊടുക്കണില്ല, അവിടെ പിണങ്ങിപ്പോക്ക്. എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന് പടച്ച തമ്പുരാന് പോലും അറിഞ്ഞുകൂടെ. എൻ്റെ അമ്മേ, കേരളത്തിൻ്റെ അവസ്ഥ.
മുഖ്യനാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ എങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ വികസിപ്പിച്ച് ജീവിക്കാം എന്നാലോചിച്ചു കൊണ്ട് മുഖ്യൻ. ഇപ്പുറത്ത് ബിന്ദു ടീച്ചറാണെങ്കിൽ ഇനി ലോകത്താരും ശശി തരൂർ പോലും പറയാത്ത ഇംഗ്ലീഷും വീടെടുത്ത് തലയിൽ വെച്ചും ഇവിടെ. രാജേഷിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ട് തോന്നണില്ല. ഇങ്ങേരാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയണുണ്ട് സുകുമാരൻ അണ്ണൻ്റെ കൂടെ 4 പേര് പാറ പോലെ 4 പേര് രാജിവെച്ച് പോയാലൊന്നും ഇവിടെ സുകുമാരൻ അണ്ണനൊന്നും സംഭവിക്കാനൊന്നും പോണില്ല, ഞങ്ങൾ പാറ പോലെ നിൽക്കുമെന്ന്. സുകുമാരൻ അണ്ണൻ ഇപ്പം നിന്നില്ലായിരുന്നെങ്കിൽ അങ്ങേരെ പച്ചയ്ക്ക് 10 തെറി വിളിക്കേണ്ട മനുഷ്യനായിരുന്നു. സുരേഷ് ഗോപിയെ തെറി വിളിച്ച് 8ൻ്റെ പണിയും കിട്ടി. ഇങ്ങേര് തെറി വിളിക്കുമ്പോൾ അപ്പം തന്നെ യാമിനി തങ്കച്ചിയുടെ വീഡിയോയും ഇങ്ങേരക്ക് അടി കിട്ടിയ മറ്റേ അവിടെ എവിടെയൊക്കെ മറ്റേ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കുറേ രക്തമൊക്കെ ഇളവി വരുന്ന കുറേ ഫോട്ടോ ഉണ്ടല്ല, അതൊക്കെ ആളുകളെടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഗണേശ് മന്ത്രിയെ പൊക്കി കൊണ്ടുപോകും. കേരളത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഭയങ്കര അവസ്ഥയാണ്. പലസ്തീൻ അംബാസഡർക്ക് അവരവിടെ ഭയങ്കര ദുഃഖത്തിലെന്നല്ലേ പറയുന്നത്. പലസ്തീനെ അവന്മാർ ഹമാസിനെ വളർത്തി അല്ല സഹാവേ, നമ്മുടെ മേയർ ആര്യക്കുട്ടിയൊക്കെ വിളിച്ച് ഒരു റെഡ് വാളണ്ടിയർ ഇതൊക്കെ കൊടുക്കാത്തെന്താ പലസ്തീൻ അംബാസഡർക്ക്? ആര്യയൊക്കെ ചുമ്മാ ഇരിക്കല്ലേ, ശരീരമൊക്കെ ഒന്ന് അണങ്ങട്ടെ, ഒന്ന് ഇതൊക്കെ കൊടുക്കാത്തെന്താ? എന്ത് പറ്റി, മറന്നുപോയോ? ഇനി നമ്മൾ തുർക്കിക്ക് അവരാവശ്യപ്പെടാതെ തന്നെ 10 കോടി കൊടുത്തത് കൊണ്ട് ഇവിടെ നമ്മളൊരു $25 കോടി നമ്മൾ പലസ്തീന് വേണ്ടി കൊടുക്കട്ടെ? കൊടുക്കണം. കാരണം അവിടെ ഭീകരന്മാരിരുന്ന് നിങ്ങൾക്ക് ജൂതന്മാരെ പിടിക്കൂലല്ല, നിങ്ങൾക്ക് ജൂതരെ ഇഷ്ടമല്ലല്ല. പിന്നെ ബേബിച്ചായനൊക്കെ പറയണത് നെതന്യാഹു അത്ര പോരാന്ന്, അങ്ങനെ ജനങ്ങളെ സംരക്ഷിച്ച് കളയണമെന്ന്, അവിടെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന്, അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന്. അത് ബേബി അണ്ണന് പിടിക്കൂല. ഇവിടെ കുടുംബങ്ങളെ നന്നാക്കാനല്ലേ നിങ്ങളൊക്കെ നടക്കണത്. അവർക്കത് അറിയില്ലല്ലോ. അവിടെ കുടുംബത്തെക്കാളും വലുത് രാജ്യമാണേ. ഇവിടെ അതല്ലല്ലോ, ഇവിടെ കുടുംബമാണല്ലോ വലുത്. മോൻ നന്നാവണം, മോള് നന്നാവണം, ഭാര്യ നന്നാവണം, ചേട്ടൻ നന്നാവണം, വലിയച്ഛൻ നന്നാവണം, വലിയമ്മ നന്നാവണം. വോട്ടിട്ട ജനങ്ങളൊക്കെ അപ്പോഴും കുമ്പിളിൽ കുത്തി കഞ്ഞി കുടിക്കണമെന്നാണല്ലോ നിങ്ങൾ പറയണത്. അവിടെ അതല്ല. അതുകൊണ്ട് ജൂതന്മാരെ കണ്ണി പിടിക്കണില്ല ബേബിച്ചായനെ. അതുകൊണ്ട് എന്തെങ്കിലും സഹായം കൊടുക്കാൻ പറ്റുമോ തുർക്കിക്ക്? ഈ പറഞ്ഞത് വല്ലതും മനസ്സിലായ? ഈ തുർക്കിയുടെ അംബാസിഡർ പറഞ്ഞത് വല്ലതും മനസ്സിലായ? ഇതൊക്കെ തന്നെയാണ് ഈ പ്രഭാവർമ്മ അടക്കമുള്ള ബുദ്ധിരാക്ഷസന്മാർ എഴുതി തന്നത്. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് മുഖ്യ നാണം കെടരുത്. മുഖ്യ നാണം കെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മുഖ്യ നാണം കെട്ടാൽ ഞങ്ങളുടെ ഹൃദയമാണ് വേദനിക്കുന്നത്. അതുകൊണ്ട് ആ പലസ്തീൻ അംബാസിഡറോട് പറ, മുഖ്യൻ ഞങ്ങളുടെ ഉയിരാണ്.